ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല കിടക്കാച്ചി മഴ പെയ്തിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ. നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതാ ഞാനും അമ്പൂസും ഇച്ചുമോനുണ്ട് കേട്ടോ. ഏട്ടനിപ്പോൾ വണ്ടി കൊണ്ടുവരുവേ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതാ നമ്മളെ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പുറത്ത് പോയി കറങ്ങി ചില്ലൗട്ട് എടുത്തിട്ട് വരാം കേട്ടോ. ഏട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അതിവിടെ കാണിക്കുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം മഴയൊന്നും മാറി അന്തരീക്ഷം ഒന്ന് തണുത്ത് നിൽക്കുന്ന ആ ഒരു സമയമായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ അത് നമ്മൾ സ്ഥിരം ചായക്കടയിൽ കയറി ചായയും പിന്നെ ബജ്ജികളൊക്കെ കഴിച്ചത്, കട്ട്ലേറ്റും സമൂസ് അങ്ങനെ കഴിച്ചു. നമ്മൾ രണ്ടാക്കും ജ്യൂസ് വാങ്ങി കൊടുത്ത് ചായ വേണ്ടാന്നുണ്ട് ഞാനൊരു ഗ്ലാസ് ചായ അങ്ങ് കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തണുപ്പത്ത് നല്ലൊരു ചൂട് ചായ കുടിക്കാൻ നമ്മളെ ബോഡി ഒന്ന് തണുക്കുകയൊക്കെ ചെയ്യും. ഞാനവിടെ കിടന്ന് ഇങ്ങനെ ഓരോരോ പ്രഹസനം കാണിക്കുക. എന്താ പറയുക, ഒരു രസം അല്ലേ. പിച്ചുവിനും വീഡിയോ എടുക്കണം, പിച്ചുവിനും വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളായിട്ട്. കാരണം എല്ലാവരും കൂടെ ഒന്നിച്ച് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി വെറുതെ ഒന്ന് കറങ്ങിയടിച്ച് വരുമ്പോഴും വല്ലാത്തൊരു ഇതായിട്ട്. അപ്പോൾ നമ്മൾ അമ്മൂടെ കൂടെ നച്ചാക്കി കട്ട്ലേറ്റ് സോസിലൊക്കെ മുക്കി കഴിക്കാൻ കൊടുക്കും കേട്ടോ. അങ്ങനെ എന്ത് കിട്ടിയാലും എല്ലാവരും വായിലേക്ക് ആദ്യം എത്തിക്കാൻ നോക്കും. ആളും നന്നായിട്ട് കഴിക്കും, നമുക്ക് നന്നായിട്ട് ഇതാക്കും. പിന്നെ ഞങ്ങൾ കാട വാങ്ങാൻ പോയിട്ടോ. കാട അടിച്ചപ്പോൾ നമ്മളെ ഇച്ചുട്ടൻ അവിടെയുള്ള കോഴീനൊക്കെ ഇങ്ങനെ നോക്കി, ഇത് കുഞ്ഞ് മുട്ടയിടുന്ന കോഴിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ കാടമുട്ട. പിന്നെ നമ്മൾ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഇച്ചൂസിന് കാട വേണം പറഞ്ഞത്, കാടമുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര ഇഷ്ടം. കാടമുട്ട പുളിസി കഴിച്ചെടുത്താൽ നന്നായിട്ട് കഴിക്കണ്ടോ. കാരണം മുട്ടയൊക്കെ കഴിക്കാൻ പാടില്ല മക്കൾക്കാണെങ്കിൽ ഇതുപോലൊക്കെ ഓരോരോ ഒപ്പിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കഴിപ്പിക്കാൻ നോക്കുക. കാരണം കാടമുട്ട കഴിക്കുമ്പോൾ എല്ലിനൊക്കെ നല്ല ഉറപ്പൊക്കെ കിട്ടും, നല്ല കാൽസ്യം അടങ്ങിയ സാധനം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. വെറുതെ ഇങ്ങനെ ഇട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇതാക്കി കൊടുത്താൽ അവർ രണ്ടാളും കഴിച്ചിട്ടുണ്ടോ. അവർ രണ്ടാളും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ബിജുവിനെ ക്യാമറയും കൊണ്ട് പോയപ്പോൾ മുഖം തിരിഞ്ഞ് നിൽക്കുക കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മളെ കാട ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രം തിരുമ്മിയിട്ടുള്ളൂ. കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മളത് വറുത്തെടുക്കുക കേട്ടോ. അങ്ങനെ വേറെ ഒന്നുമില്ല. നമുക്ക് സാലഡിന് വേണ്ടിയിട്ട് ഞാൻ കക്കരിക്കും ക്യാരറ്റൊക്കെ എടുത്ത് ഏട്ടനെ ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അതവിടെ നിൽക്കുന്നത്. എന്തായാലും ഒന്നിച്ചിങ്ങനെ കിച്ചണിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. നമുക്ക് കൂടെ ഒരാൾ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇതാട്ടോ. പണികളെടുക്കാനാണെന്നുണ്ടെങ്കിൽ ടൈം പോകണമെന്നൊന്നും അറിയില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രഷറങ്ങ് കുറഞ്ഞവരുടെ തന്നെ മക്കളെ ആ ഒരു ഇത്, പിന്നെ ക്ലാസ് വീട്ടിലത്തെ കാര്യം അതൊക്കെ ഒരുപാട് ഇപ്പോൾ കുറഞ്ഞിട്ടോ. ഞങ്ങൾക്ക് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ക്യാരറ്റും കക്കരിക്കയും കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ പറയില്ലേ, നമ്മളെ കാട നല്ല വെളിച്ചെണ്ണയിലങ്ങ് മുക്കി പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാൻ വയ്യ. വേറെ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് നാരങ്ങ നീര് മാത്രമേ ചേർത്തുള്ളൂ. പറയാൻ വയ്യ, നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ചെയ്തു. നമ്മൾ കുറച്ച് വാങ്ങിയുള്ളൂ. ഒരു ഏട്ടന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇതിനിങ്ങനെ വാങ്ങി, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി വെച്ച് വന്ന് ചൂടാറാൻ വെച്ചപ്പോഴേക്കും നമ്മൾ ഇച്ചൂസ് അവിടെ ഇരുന്ന് തുടങ്ങിപ്പോയി. പാവമാണെന്ന് തോന്നി. പിന്നെ അമ്മ വൈകുന്നേരം മീനൊക്കെ വറുത്തിച്ചിരുന്നു. മീൻ പിന്നെ അയില തല കറി വെച്ചതുണ്ടായിരുന്നു, അവിയൽ. അപ്പോൾ അതൊക്കെ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് എനിക്ക് നന്നായിട്ട് വീഡിയോ എടുത്തു തന്നു. പിന്നെ ചമ്മന്തി പൊടിയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു. പിന്നെ നാരങ്ങ അച്ചാർ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പ്രഹസനം കഴിച്ചിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ക്ലീനിങ് വീഡിയോ എന്തായാലും പുറകെ വരുന്നുണ്ട്. ഇപ്പോൾ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് കിട്ടുന്ന സമയം മാത്രം എല്ലാവരും ഒന്നിച്ചങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കേട്ടോ വീഡിയോസൊക്കെ നമ്മൾ മെല്ലെ ആയിട്ട് ഓരോന്നിടും. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനുള്ളൊരിത്. അപ്പോൾ പിന്നെ കാണാം നമുക്ക്. ടാറ്റാ ബൈ ബൈ, സീ യു.